അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ കൊച്ചു മക്കളുടെ പരീക്ഷയാണല്ലോ IPS 1 വഹിബുൽ ഇസ്ലാം. 4 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞു മക്കളാണ് അവർ. അവർക്ക് ഈ വീഡിയോയിലൂടെ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ രക്ഷിതാക്കളത് കേട്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടാണല്ലോ മക്കളൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് അർഹമായ പ്രതിഫലം അല്ലാഹു തആല രക്ഷിതാക്കൾക്ക് നൽകട്ടെ. നിങ്ങൾ നമുക്ക് വേണ്ടി ഒരു ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൊച്ചു കൂട്ടുകാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് IPS 1 വഹിബുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. എന്നിരുന്നാലും നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ കാര്യമാണ്. നമുക്കത് നോക്കുമ്പോൾ ചെറിയ കാര്യമാണെങ്കിലും അതിലെ ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഇഖ്തിബാറും ഷഫഹി ആയിട്ടാണ് വഹിബുൽ ഇസ്ലാം IPS 1 ആനുവൽ ഇവാലുവേഷൻ ഉള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഇഖ്തിബാറും ഷഫഹിയും ഓറൽ എക്സാമാണ്. എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്, കാണാനായി പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നഖറവു വനുക്കുമിലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് നഖറവു വനുക്കുമിലും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 4 എണ്ണം ടീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കും, മക്കളോട് ചോദിക്കും. ഈ 4 എണ്ണം നമ്മൾ എന്താക്കണം, ശരിയായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷയ്ക്ക് ഓരോന്നിനും 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താ? അലം തറ കൈഫ ഫഅല റബ്ബുക. ആ സൂറത്ത് ഓതിക്കൊടുക്കാനാണ്. പേജ് നമ്പർ 24 ആ സൂറത്ത് വരുന്നുണ്ടല്ലേ. അത് നിങ്ങൾ കാണാതെ പഠിച്ച് കേട്ട് കാണാതെ പഠിച്ച സൂറത്താണല്ലേ. എത്ര ആളുകൾ ഇത് പഠിച്ചിട്ടുണ്ട്? കാണാതെ പഠിച്ച ആളുകളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാരത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇതാണല്ലോ സൂറത്ത്. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളതെന്താക്കണം, ഓതി കൊടുക്കണം കേട്ടോ ടീച്ചറിന്. ഈ രണ്ടാമത്തത് അറഅയ്തല്ലദീ യുക്കദ്ദിബു. ഇതേത് സൂറത്തിലാണ് വരുന്നത് അറിയോ? അറഅയ്തല്ലദീ യുക്കദ്ദിബു ബിദ്ദീൻ ഏത് സൂറത്തിലാണ്? അറിയുന്ന ആളുകൾ ഒന്ന് കൈവന്തിക്കണേ. മക്കളോട് ആ ചോദ്യം ഒന്ന് ചോദിക്കുക. ആ ചോദ്യത്തിന് അവർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കട്ടോ. കണ്ടുപിടിച്ചോ? ഞാൻ ഉസ്താദ് പറഞ്ഞുതരാം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ സൂറത്തുൽ മാഊനിലാണ് അതുള്ളത്. സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ മാഊൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون صدق الله العلي العظيم. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. മൂന്നാമത്തത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യ്. ഇതേതാണ്? മനസ്സിലായോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതൊരു ആയത്താണ്. ഈ ആയത്തിന് നമ്മൾ എന്ത് പേര് വിളിക്കൽ അറിയോ? ആയത്തുൽ കുർസി അല്ലേ? മാഷാ അല്ലാഹ്. എത്ര പേർക്കറിയാം ഇതിൻ്റെ പേര് ആയത്തുൽ കുർസിയാണെന്നുള്ളത്? ഇത് നിങ്ങൾ ഓതാറുണ്ടോ? 5 നേരം നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓതണം. അതേപോലെ രാവിലെ ഒക്കെ നമ്മൾ എന്താക്കണം, ഓതണം. ഇത് കാവലിൻ്റെ ഒരായത്താണ്. വലിയ ഗുണങ്ങളും പ്രതിഫലവും ഒക്കെ ഉള്ള ഒരായത്താണ്.
അപ്പോൾ ഇത് എല്ലാ ആളുകളും, കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയ ആളുകളും ചെറിയ ആളുകളും യുവാക്കളും ഒക്കെ പഠിച്ചിരിക്കേണ്ടതും എപ്പോഴും ചൊല്ലേണ്ടതുമായിട്ടുള്ള ഒരു ആയത്താണ്. അതും അർത്ഥമറിഞ്ഞ് അതിൻ്റെ തജ്വീദോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഓതണം, എന്നാലേ അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ, എല്ലാ ആയത്തുകളും പ്രധാനപ്പെട്ടതാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ചില ആയത്തുകൾ നമ്മളോട് അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതുപോലുള്ള ആയത്തുകൾ നമ്മൾ എന്താക്കണം, തജ്വീദോട് കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് ഓതി ശീലിക്കണം. ഇത് വരുന്നത് പേജ് നമ്പർ 28 ആയത്തുൽ കുർസി. നമുക്കൊന്ന് ഓതി വെക്കാം. ഉസ്താദിൻ്റെ കൂടെ ഒന്ന് ഓതി വെക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. മാഷാ അല്ലാഹ്, എത്ര പേര് കാണാതെ ഓതി ആളുകളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4 ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്. എല്ലാവർക്കും അറിയുന്നതാണല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കാം. എത്രാമത്തെ പേജിലാണത്? പേജ് നമ്പർ 18 സൂറത്തുൽ ഫലക്കാണ് അല്ലേ? ഈ ആയത്തുള്ള സൂറത്തിൻ്റെ പേരതാ സൂറത്തുൽ ഫലക്കാണ്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇത് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഓതി നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഓതി തടവുന്ന ഒരു സൂറത്താണല്ലേ? നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ നമുക്ക് ചെയ്തു തരാറില്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒന്ന് പറയണം കേട്ടോ. ഇനി അടുത്തത് 5 ലി ഈലാഫി ഖുറൈഷ്. ഏത് സൂറത്താണ്? ഉസ്താദ് പേജ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങളത് പേജ് എടുത്തോ? നോക്ക് കേട്ടോ. പേജ് നമ്പർ 34 ആ സൂറത്ത് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്ത് ഖുറൈഷ് ആണല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിലുള്ള 5 ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഖുർആൻ കിതാബിൽ പറയപ്പെട്ട സൂറത്തുകൾ കാണാതെ ചൊല്ലിക്കൊടുക്കലാണ്. അത് ഇതേ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. ഇപ്രാവശ്യം പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും, പ്രതീക്ഷിക്കുക. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ, ഒരു പ്രാക്ടീസും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത് കണ്ടല്ലേ നിങ്ങൾ? നുലാഹിലു വനഖൂലു. 3 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 വസ്ത്രം ധരിക്കുന്നതാണ്, 2 വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണല്ലേ, 3 എന്താ, ഒരു കുട്ടി രാത്രി ഉറങ്ങാണ്. ഈ 3 സമയത്ത് നമ്മൾ ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകളുണ്ട്. ആ ദിക്റുകളാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് ചൊല്ലിക്കൊടുക്കേണ്ടത് കേട്ടോ. വസ്ത്രം ധരിക്കുന്നതിൻ്റെ ദിക്റ് ഏത് പേജിലാണ് വരുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക്? 30-ാമത്തെ പേജിൽ. എല്ലാവരും പാടെടുത്താട്ടെ, നോക്ക്, എടുത്തോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ എന്താ ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ, പ്രൈസ് ബി ടു അല്ലാഹ് ഹു ക്ലോത്ത് മീ. ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ച നാഥന് അള്ളാഹുവിന് സർവസ്തുതിയും. നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പറയാണ്. എനിക്ക് പുതിയ കുപ്പായം എന്നെ ധരിപ്പിച്ച എൻ്റെ അള്ളാഹുവിന്
എല്ലാ സ്തുതിയും ഐ ലവ് യു അല്ലാ എന്ന് പറയൂലേ, അതാണ് സംഭവം കേട്ടോ. പക്ഷേ നിങ്ങൾ പറയാറുണ്ട് അള്ളാഹുവിനോട് ഐ ലവ് യു എന്ന് പറയണം കേട്ടോ. പക്ഷേ അള്ളാഹുവിനോട് എപ്പോഴും സംസാരിക്കുകയും ദുആ ചെയ്യുകയും നിസ്കരിക്കുകയും ഒക്കെ വേണം. എന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഉസ്താദിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. ദുആ ചെയ്യൂലേ? ദുആ ചെയ്യുന്നവർ ഒന്ന് അറിയിക്കുക കേട്ടോ. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടും ഉസ്താദിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൽ എല്ലാവരും നല്ല മക്കളാണ്. അടുത്ത ചിത്രം നോക്കിയേ. ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാണ്. കുട്ടി മാത്രമല്ല വലിയ ആളുകളും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ദിക്ർ ചൊല്ലണം. എത്രാമത്തെ പേജിലാണ് അതുള്ളത്? 37ാമത്തെ പേജിലാണല്ലേ. ഇതാണ് ആ പാഠം. നമുക്ക് എന്താ ചൊല്ലുന്നതെന്ന്. ബിസ്മില്ലാഹി പറഞ്ഞാട്ടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കൊന്നും കൂടി ചൊല്ലാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹ്. ഒരുപാട് ആളുകളെ ചൊല്ലിയല്ലേ, മാഷാ അല്ലാഹ്. ഇനി അടുത്ത നോക്കാം. അടുത്ത ചിത്രത്തിൽ ഒരു കുട്ടി ഉറങ്ങാണല്ലേ. ഇത് ഏത് പേജിലെ ഏത് പാഠത്തിലാണ് വരുന്നത്? പേജ് നമ്പർ 46 അല്ലേ. പേജ് നമ്പർ 46 എടുക്കാം. പേജ് നമ്പർ 46 എടുത്തു. ഒരു കുട്ടി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഉറങ്ങാണ്. എന്താ ഉറങ്ങുമ്പോൾ ചൊല്ലുന്നത്? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹിയ. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളുണ്ടെങ്കിൽ പറയണേ. ഓക്കെ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹിയ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാ വിത്ത് യുവർ നെയിം ഡു ഐ ലിവ് ആൻഡ് ഡൈ. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം കേട്ടോ. 3 നതദക്കറു വനുക്മിലു. നമ്മളിത് കാണാതെ പൂർത്തിയാക്കി കൊടുക്കണം. 4 ചോദ്യമുണ്ട്. അതിൽ 3 ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തത് അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. ഈ ഹദീസിൻ്റെ ബാക്കി പറഞ്ഞെടുക്കണം. പിന്നെ അല്ലാഹുമ്മ ബിക അസ്ബഹ്ന. പിന്നെ ഇമാത്തുൽ അദാ. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക. നമുക്കിത് ഓരോന്നും ഏത് പേജിലാണെന്ന് നോക്കാം. ഒന്നാമത്തത് പേജ് നമ്പർ 10ലാണ് കേട്ടോ. പേജ് നമ്പർ 10 എടുത്ത് നോക്കാം. എല്ലാവരും എടുത്താട്ടെ. മാഷാ അല്ലാഹ്. പേജ് നമ്പർ 10 എടുത്ത് 10 ചോദ്യം കണ്ടില്ലേ. ഇവിടെയാണ് അത് ഹദീസ് ഉള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള 4 വാക്കുണ്ട്. ഏതൊക്കെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 4 വാക്ക്? നിങ്ങൾക്കറിയുന്ന സിമ്പിളായിട്ടുള്ള വാക്കാണ്. പക്ഷെ നമ്മളാരും യൂസ് ചെയ്യില്ലല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുതൽ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ എപ്പോഴും. ഒന്നാമത്തത് സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കാണ് എന്ത്? സുബ്ഹാനല്ലാഹ്. വേറൊരു വാക്ക് എന്താണ്? അൽഹംദുലില്ലാഹ്. ഇപ്പോൾ 2 വാക്ക് നമ്മൾ പഠിച്ചു. ഒന്ന് സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമത്തേത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാഷാ അല്ലാഹ്. അപ്പോൾ 3 പഠിച്ചല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഏതാ? അല്ലാഹു അക്ബർ. നമ്മൾ ബാങ്കിലൊക്കെ കേൾക്കാറുണ്ടല്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ 4 വാക്കുകളും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും പഠിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞാലും ഒക്കെ ഇത് ചൊല്ലണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇത് വലിയ ആളുകളും ചൊല്ലേണ്ടതാണ്, ചെറിയ ആളുകളും ചൊല്ലേണ്ടതാണ്. നമുക്ക് ഒരുപാട് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പ്രാക്ടീസും കൂടി ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു തെളിച്ചം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. നമുക്കൊന്നുകൂടി പറയാം. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന. ഇത് ഏത് പേജിലാണ് വരുന്നത്? പേജ് നമ്പർ 18ലാണ് കേട്ടോ. പേജ് നമ്പർ 18 എടുത്തോട്ടെ എല്ലാവരും. ഓക്കെ.
ഇവിടെയാണ് ആ ദിക്റുള്ളത്. നമുക്ക് ആ ദിക്റും ചൊല്ലാം. അല്ലാഹുമ്മ ബിക അസ്ബഹിന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വ ഇലൈക്കൻ നുശൂർ. മാഷാ അല്ലാഹ്. ഓക്കെ, ഒന്നും കൂടി ചൊല്ലാം. അല്ലാഹുമ്മ ബിക അസ്ബഹിന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വ ഇലൈക്കൻ നുശൂർ. നമ്മൾ പ്രഭാതത്തിൽ ചൊല്ലുന്ന ദിക്റാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇമാത്തത്തുൽ അദാ. ഇമാത്തത്തുൽ അദാ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് അല്ലേ? വഴിയിൽ കിടക്കുന്ന ബുദ്ധിമുട്ടുകൾ നീക്കുക എന്നുള്ളതാണ്. ഇത് ഏത് പാഠത്തിലാണ് വരുന്നത്? പേജ് നമ്പർ 29 പാഠത്തിലാണ് വരുന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രിയപ്പെട്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാത്തത്തുൽ അദാ വഴിയിലെ ബുദ്ധി അനിത്വരീക്കി, ഇമാത്തത്തുൽ അദാ അനിത്വരീക്കി സദഖ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാത്തത്തുൽ അദാ അനിത്വരീക്കി സദഖ. എന്താണ്? ഇമാത്തത്തുൽ അദാ അനിത്വരീക്കി സദഖത്തുൻ. ഇമാത്തത്തുൽ അദാ അനിത്വരീക്കി എന്ന് പറഞ്ഞാൽ എന്താ? വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുക. അതെന്താണ്? സദഖ. സദഖയാണ്, ദാനധർമ്മമാണ്. അതായത് സദഖയുടെ പ്രതിഫലം അതിലുണ്ട്. സദഖക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ മുറ്റത്ത്, അതേപോലെ നമ്മുടെ വീട്ടിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ വേസ്റ്റോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാൽ മതി. വലിയ കല്ലുകൾ തന്നെ വേണമെന്നില്ല. ചെറിയ എന്തെങ്കിലും കടലാസ് കഷ്ണം അല്ലെങ്കിൽ കച്ചറകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം, അത് വൃത്തിയാക്കി കൊടുക്കണം. അതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കുക, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് റോഡിൻ്റെ കുറുകെ ഓലയും മട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് കാണാം. അപ്പോൾ നമ്മളെന്താക്കണം? നമ്മളതൊക്കെ നീക്കിക്കൊടുക്കണം. നമുക്ക് കഴിയുമെങ്കിൽ. നമുക്ക് കഴിയാത്ത കാര്യമാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള വലിയ ആളുകളോട് പറഞ്ഞിട്ട് അത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇതെല്ലാവരും കേൾക്കുന്നത് കൊണ്ടാണ് കേട്ടോ വലിയ ആളുകൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം ഷെയർ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഇതൊരു ദുആ ആണല്ലേ? ഇത് ഏത് പേജിലാണ് വരുന്നത്? ഏത് പേജിലാണ് വരുന്നത്? പേജ് നമ്പർ 8 സൂറത്തുൽ ഇഖ്ലാസ് ഉള്ള പാഠത്തിൻ്റെ അടിഭാഗത്താണ് വരുന്നത്. നോക്കാം, എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലാ. ഇത് നമ്മളെല്ലാവരും ചൊല്ലേണ്ട ദുആ ആണ്. നിസ്കാര ശേഷമൊക്കെ നമ്മൾ ചൊല്ലേണ്ട ദുആ ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഞാൻ നിന്നോട് നാഫിയായ ഇൽമിനെ ചോദിക്കുന്നു. പിന്നെന്താ? റിസ്ഖൻ ത്വയ്യിബ, നല്ല റിസ്ക്കിനെ ചോദിക്കുന്നു. ഹലാലായിട്ടുള്ള റിസ്ഖ്, ഹറാമായിട്ടുള്ളതല്ല. ഇന്ന് ഹറാമായിട്ടുള്ള റിസ്ഖ് അധികമുള്ള കാലമാണ്. അപ്പോൾ ഹലാലായ റിസ്ഖ് നമ്മുടെ ശരീരത്തിലായാൽ മാത്രമേ നമുക്ക് റാഹത്തുണ്ടാവുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഹറാമായ ഒരു തുള്ളി റിസ്ക്കെങ്കിലും ആയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക. വ അമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമലും നൽകണേ. അതായത് നമ്മൾ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്താലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നമ്മൾ ഇബാദത്ത് ചെയ്യുമോ അമല് ചെയ്യുമോ നമ്മളിവിടെയും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയാൽ അത് അള്ളാഹുവിന് ഉള്ളതാവില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഇബാദത്തിനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുക. അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. അയ്യൊരു ദുആ ആണിത്. ഇത്
നിർബന്ധമായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇത് പതിവാക്കണം, മക്കൾക്ക് അത് പതിവാക്കി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ IPS 1 ചോദ്യപേപ്പർ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഒരു ആനുവൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ. രക്ഷിതാക്കൾ കണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചില ആ കാര്യം നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയുമ്പോൾ പ്രത്യേകമായിട്ടൊരു സന്തോഷമാണ്. നിങ്ങൾ ദുആയിലും നമ്മളെ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. നമ്മളെയും നിങ്ങളെയും ഒക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെയും നിങ്ങളെയും ഒക്കെ നോമ്പും നിസ്കാരവും ഖുർആനും ഒക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്നാൽ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.